ആളുകൾക്ക് വ്യക്തികളോട് മാത്രമല്ല, അവരുടെ പങ്കാളികളുമായി പങ്കിടുന്ന ബന്ധങ്ങളിലേക്കും ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പങ്കാളികളോട് തോന്നുന്ന ഇത്തരം ആകർഷണത്തിന് പുതിയ നിർവചനം നൽകിയിരിക്കുകയാണ് ഗവേഷകർ. സിംബിയോസെക്ഷുവാലിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത്. പരസ്പര ബന്ധത്തിലുള്ള രണ്ടുപേർക്കിടയിൽ നിലനിൽക്കുന്ന ഊർജത്തോടും വൈബിനോടും മറ്റൊരാൾക്ക് ലൈംഗികപരമായി തോന്നുന്ന ആകർഷണമാണിത്. പരസ്പര ബന്ധത്തിലുള്ള പങ്കാളികളെ പരിഗണിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു വ്യക്തിയെ എന്നതിനുപരിയായി അവർക്കിടയിൽ ഊർജ്ജസ്വലത, ബഹുമുഖത്വം, ശക്തിപ്രഭാവം എന്നിവയിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതാണ് ഇത്. ഉദാഹരണത്തിന്, ദമ്പതികളുടെ ഇടയിലെ അടുപ്പം, ഐക്യം, ബന്ധം എന്നിവയാണ് ഒരു സിംബിയോസെക്ഷുവാലിറ്റി വ്യക്തിയെ ആകർഷിപ്പിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള സെക്ഷുവാലിറ്റിയെ പൊളിച്ചെഴുതുന്നതാണ് ഈ നിർവചനം. എന്താണ് സിംബിയോസെക്ഷുവാലിറ്റി? ഇതിനോടകം തന്നെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ വ്യക്തിക്കിടയിലെ ഊർജത്തോടും വൈബിനോടും തോന്നുന്ന ആകർഷണമാണ് സിംബിയോസെക്ഷുവാലിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ആകർഷണമെന്നത് വ്യക്തിയോടായിരിക്കുകയില്ല, പകരം അവർ ഒരുമിച്ച് സൃഷ്ടിച്ചെടുക്കുന്ന ഊർജമാണ് മുഖ്യമായും ആകർഷക ഘടകമാകുന്നത്. യുഎസിലെ സിയാറ്റിൽ സർവകലാശാലയിൽ നടത്തിയ പുതിയ പഠനത്തിലാണ് സിംബിയോസെക്ഷുവാലിറ്റി കണ്ടെത്തിയത്. സൊസൈറ്റി ഫോർ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സെക്ഷുവാലിറ്റിയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ശേഷം സിയാറ്റിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സാലി ഡബ്ല്യു ജോൺസ്റ്റണിനെ പോലെയുള്ള ഗവേഷകർ അതിൽ കൂടുതൽ ആഴത്തിൽ പഠനം നടത്തി. ആർക്കൈവ്സ് ഓഫ് സെക്ഷൽ ബിഹേവിയറിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ സാലി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അധികം ജനങ്ങൾക്ക് അറിയില്ല. ഒരു വ്യക്തിയോടുള്ള ആകർഷണമാണ് പലരും പ്രണയമായി കാണുന്നത്. എന്നാൽ അതിനപ്പുറം മറ്റൊന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരു വ്യക്തിയോടല്ല, രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തോട് തോന്നുന്ന ആകർഷണമാണ് സിംബിയോസെക്ഷുവാലിറ്റി. ചില വ്യക്തികൾ ദമ്പതികളോട് പ്രതിരോധിക്കാൻ കഴിയാനാവാത്ത വിധം ആകർഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആർക്കൈവ്സ് ഓഫ് സെക്ഷൽ ബിഹേവിയറിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ പ്രൊഫസർ സാലി വിശദീകരിച്ചു. ഒരു ബന്ധത്തിനുള്ളിലെ വ്യക്തികളോടുള്ള താൽപ്പര്യം മാത്രമല്ല ഇത്. ഇരുവർക്കുമിടയിൽ നിലകൊള്ളുന്ന അതുല്യമായ ഊർജത്തോടും ബന്ധത്തോടുമുള്ള ആകർഷണമാണിതെന്ന് പ്രൊഫസർ സാലി വിശദീകരിച്ചു. ഇത് ഒന്നിലധികം ബന്ധങ്ങളിലോ ലിംഗഭേദങ്ങളിലോ കേന്ദ്രീകരിക്കുന്ന പ്ലൂറിസെക്ഷുവാലിറ്റി, പോളിമറി എന്നിവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സിംബിയോസെക്ഷുവാലിറ്റിക്ക് പിന്നിലെ ശാസ്ത്രമെന്ത്? ചില രസകരമായ വസ്തുതകളും ജോൺസ്റ്റൺ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. പഠനത്തിൽ പങ്കെടുത്ത 23% പേരും പങ്കാളികളോട് ഒരു തവണ ഇത്തരത്തിൽ ആകർഷണം തോന്നിയതായി പറഞ്ഞു. അതേസമയം 52% പേർ ഈ ആകർഷണം ഒന്നിലേറെ തവണ അനുഭവിച്ചതായി അറിയിച്ചു. 24% പേർ തങ്ങൾക്ക് മിക്കപ്പോഴും ഈ ആകർഷണം തോന്നുന്നതായും വ്യക്തമാക്കി. ഈ ആകർഷണം കേവലം ശാരീരികമായുള്ളതോ സൗന്ദര്യപരമായതോ അല്ല. ദമ്പതികൾക്കിടയിലെ ബന്ധത്തിന്റെ ഗുണങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം, ഇരുവരും തമ്മിൽ പങ്കുവയ്ക്കുന്ന തമാശകൾ, ലിംഗപരമായ പ്രത്യേകതകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. സിംബിയോസെക്ഷുവാലിറ്റി പ്രായം, വംശം, സാമൂഹിക നില എന്നിവയെ പരിഗണിക്കാതെ എല്ലാവരിലും കാണപ്പെടുന്നു. സിംബിയോസെക്ഷുവാലിറ്റിയിൽ ചിലർക്ക് ദമ്പതികളോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിരിക്കും താൽപ്പര്യം. ഈ ബന്ധത്തിൽ നിന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് മൂന്നാമത്തെയാളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ദ ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നതനുസരിച്ച് പഠനത്തിൽ പങ്കെടുത്ത 373 പേരിൽ 145 പേർക്കും വ്യക്തികളെക്കാൾ ദമ്പതികളോടാണ് ആകർഷണം തോന്നിയതായി കണ്ടെത്തിയത്. ഇവർ ദമ്പതികളിൽ നിന്ന് അടുപ്പം, പരിചരണം, ശ്രദ്ധ എന്നിവ ആഗ്രഹിക്കുന്നതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് പോസ്റ്റ് അനുസരിച്ച് നമുക്കറിയാവുന്നതിലും കൂടുതൽ ലൈംഗികത ഉണ്ടെന്ന് ഗവേഷകർ പറയുന്നു. മാറിവരുന്ന മനുഷ്യന്റെ ലൈംഗിക ഐഡന്റിറ്റികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഗവേഷകർ പദ്ധതിയിടുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ആകർഷണവും ആഗ്രഹവും സ്വഭാവവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്.